ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ ഹലോ, ഷഹാല ഗൾഫിൽ നിന്ന് ഭർത്താവ് വരുന്നതറിഞ്ഞ് കാമുകന്റെ കൂടെ മുങ്ങിയ ഷഹാല എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ കാമുകൻ എന്ന് പറയുന്ന നാറിയുടെ കയ്യിൽ നിന്ന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു എന്നാണ് കേൾക്കുന്നത്. കണക്കായിപ്പോയി. കയ്യിലിരിപ്പിന്റെ ഇതല്ല, ഇതിന്റെ അപ്പുറത്ത് വരും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാ. കാരണം സ്വന്തം ഭാര്യയെ പോലും നോക്കാതെ അവനെ പോലെ ഒരു നാറി എങ്ങനെ ഇവളെ പോലെ ഒരുത്തിയെ നോക്കും? എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു 2-3 മണിക്കൂർ നമ്മൾ ഒരു വ്യക്തിയോട് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഉള്ളത് പോലെയല്ല നമ്മൾ ആ വ്യക്തിയുടെ കൂടെ പോയി ജീവിക്കുമ്പോഴുണ്ടാവുന്ന അനുഭവം എന്നുള്ളത്. ഇതൊക്കെ ആരോട് പറയാൻ? വെറും 2-3 മണിക്കൂർ ആ വ്യക്തിക്ക് നമ്മുടെ അടുത്ത് നല്ല കെയർ ആയിട്ടും സ്നേഹമായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റും. പക്ഷേ ആ വ്യക്തിയുടെ കൂടെ പോയി ജീവിക്കുമ്പോഴായിരിക്കും അയാളുടെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നത്. ഇത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ചെയ്യുന്ന വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് ഇത്. പക്ഷെ ഇതൊന്നും ആരുടെയും തലയിൽ കയറത്തില്ല. ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തോന്നും ആ കാണുന്നവനാണ് നല്ലത്, അവന്റെ കൂടെ പോയി ജീവിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ജീവിക്കാം. ഇപ്പൊ കിട്ടിയോ? സുഖം ആവശ്യത്തിൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നല്ലോ അല്ലേ? എങ്ങാണ്ട് കുറച്ച് ദിവസമേ കൂടെ നിന്നുള്ളൂ, അതോടെ അവൾക്ക് മതിയായി. ആ സ്നേഹമൊക്കെ അവൾക്ക് തൃപ്തിയായിട്ട് കിട്ടി. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കരഞ്ഞു നിലവിളിച്ച് അയ്യോ എനിക്ക് ഇവന്റെ കൂടെ പോകണ്ടേ എന്ന് പറഞ്ഞെന്നാ കേട്ടെ. നന്നായിപ്പോയി. നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. ഇപ്പൊ എന്തൊക്കെയായിരുന്നു അവന്റെ കൂടെ പോയി നല്ലപോലെ ജീവിക്കട്ടെ, അവൾക്ക് ഇഷ്ടം അവനെയാണെങ്കിൽ അവരെ ഒന്നിച്ച് ജീവിക്കട്ടെ, അവര് നല്ല ജീവിതം മുന്നോട്ട് നയിക്കട്ടെ, അവർക്ക് പ്രാർത്ഥനകള് എന്തൊക്കെയായിരുന്നു. കുറെ ഊളകൾ വന്നിട്ട് കമന്റ് ബോക്സിൽ നിറക്കുകയായിരുന്നു. സത്യമായിട്ടുള്ള കാര്യമാ. ഈ കാര്യം വന്ന് സംസാരിക്കുമ്പോ ആൾക്കാർ പറയുന്നത് നിനക്ക് എന്തുവാ, അവൾ ആരുടെയും കൂടെ പോയി ജീവിക്കട്ടെ. എന്നിട്ട് ഇപ്പൊ എന്തായി? നന്നായിട്ട് ജീവിച്ച് കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവൾക്ക് കിട്ടി ബോധിച്ച് മതിയായി. കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലുശ്ശേരിയിൽ നിന്ന് ഷഹല എന്ന് പറയുന്ന സ്ത്രീ 3 കുട്ടികളുടെ പിതാവുമായി ഒളിച്ചോടി പോയി. അവസാനം അവരെ കണ്ടെത്തി ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച് അവരോട് ചോദ്യങ്ങളും കാര്യങ്ങളും അന്വേഷിച്ച സമയത്ത് ഈ സ്ത്രീ ഇപ്പുറം നിന്ന് അപ്പുറം പച്ചയാണ് എന്ന് പറഞ്ഞ് പോയ സ്ത്രീ ക്രൂരമായ മർദ്ദനമാണ് ആ സ്ത്രീക്ക് ഇവനിൽ നിന്നും കിട്ടിയത്. മാത്രമല്ല ആ കുട്ടിയെ പോലും മർദ്ദിച്ചെന്നാണ് അറിയാൻ സാധിച്ചത്. അവളെ ഇവൻ എന്ത് തേങ്ങാക്കൊല വേണവൻ ചെയ്തോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ആ കൊച്ചിനെ അവൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ കൈയാണ് ആദ്യം വെട്ടിക്കളയേണ്ടത്. വൃത്തികെട്ടവൻ. സ്വന്തം മക്കളെ നോക്കാൻ പറ്റാതെ നീയാണ് ആ കൊച്ചിനെ തല്ലിയത്. അപ്പൊ ഇവന്റെ കൂടെ ഇരിക്കുന്ന ഇവന്റെ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ ആരുടെയോ കൊച്ചിനെ ഇവൻ തല്ലുന്നുണ്ടെങ്കില് ഇവന്റെ സ്വന്തം മക്കൾ എന്തുമാത്രം ക്രൂരത ഈ നാറിയുടെ കയ്യിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ടാവും. ഇവന്റെ ഭാര്യനെ ഇവന്റെ തന്തയ്ക്ക് വരെ ഇവൻ ഈ നാറി തല്ലാൻ വേണ്ടി ഇട്ടു കൊടുക്കുന്ന പറയുന്ന കേട്ടോ. അപ്പൊ പിന്നെ ആ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവന്റെ കൂടെ പോകുന്നോ, ഇവരുടെ കൂടെ പോകുന്നോ, കുടുംബക്കാരുടെ കൂടെ പോകുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നാലും അവന്റെ കൂടെ പോകുന്നില്ല എന്നാണ് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതെന്നാണ് വിവരം കിട്ടിയത്. ഭർത്താവ് പ്രശ്നം, അമ്മ പ്രശ്നം, നാത്തൂൻ പ്രശ്നം എന്നും പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തെ പരിചയമുള്ള ഒരുത്തന്നെ ഇവിടെ ഇറങ്ങിപ്പോയതാ. എന്നിട്ട് എന്ത് പറ്റി ചേച്ചി? അവിടെ സന്തോഷം സമാധാനമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയായിരുന്നോ? നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം പിശാശേ. മര്യാദക്ക് ഉണ്ടായ ഒരു ജീവിതം. അങ്ങേര് കൂലിപ്പണി എടുക്കുന്ന സമയത്ത് പോലും ഇവൾക്ക് 2000 രൂപയുടെ ചെരുപ്പ് വരെ അങ്ങേര് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിതം അത് വേണ്ടാന്ന് വെച്ചിട്ട് 3-4 മാസം പരിചയമുള്ള ഒരുത്തന്റെ കൂടെ അങ്ങ് പോയി. അതായിരുന്നു അവൾക്ക് സ്വർഗം. ഇപ്പൊ സ്വർഗം എന്തായി? നരകമായല്ലേ. ഇപ്പൊ അവന്റെ കൂടെയും പോണ്ട, ഭർത്താവിന്റെ കൂടെയും പോണ്ട. ഭർത്താവ് സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പൊക്കോളാം. ആ വീട്ടുകാരെന്തിനാ ഇതിനെ സ്വീകരിച്ചേ? ഒരാഴ്ച കഴിയുമ്പോ വേറെ ഏതെങ്കിലും ഒരുത്തനെ കാണുമ്പോ അവന്റെ കൂടെ ഇറങ്ങിപ്പോവാനോ? ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരുടെ കൂടെ ആ സ്ത്രീ പോയി. ഭർത്താവ് ഏറ്റെടുക്കണ്ട. കഷ്ടപ്പെട്ടിട്ട് ഇവളിപ്പൊ ഏറ്റെടുത്ത് ഇവളെ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങേരെ ഒരാഴ്ച കഴിയുമ്പോ ഗൾഫിൽ പോയെന്ന് വിചാരിക്കുക. വേറൊരുത്തനെ കാണുമ്പോ അവന്റെ കൂടെ ചാടിപ്പോകത്തില്ലെന്ന് എന്താ ഉറപ്പ്? ചാടിപ്പോയി എന്തോ ചെയ്യും? ഏറ്റെടുക്കണ്ട. വേറെ ഭാര്യനെ വേറെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുക. ഇവളെ പോലെ ഒരുത്തിനെ ഇനി ഏറ്റെടുക്കരുത്. ഒരിക്കൽ വേലി ചാടിയ പശു കയ്യാലെ വീണ്ടും ചാടുന്നാണോ? അങ്ങനെ എന്തോ ഉണ്ട്. ചാടിപ്പോവും.
മാത്രല്ല ഈ കൂടെ പോയവൻ ഇവൻ എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലാണ്. അവന്റെ പേരിൽ വേറെയും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ഇവർക്ക് ഒളിച്ചോടി പോകുമ്പോൾ പ്രോത്സാഹനം കൊടുക്കൂ, അവര് പോവട്ടെ, അവര് വരട്ടെ, അവര് നന്നാവട്ടെ. അവര് എത്ര ആങ്ങളമാരാണ് ഈ ദുനിയാവിൽ, ഇത്ര വലിയ ആങ്ങളമാര് സ്വന്തം പൊരയില് വരെ ഉണ്ടാവില്ല. അതാണ്, സ്വന്തം കുടുംബത്തിൽ പോലും ഇത്രയും ആംഗ്ലമാരെ കാണത്തില്ല. പക്ഷെ പബ്ലിക്കായിട്ട് ഒരു പ്രശ്നം വരുമ്പോ എവിടെ നിന്നൊക്കെയോ ആംഗ്ലമാരെ പൊട്ടി മുളച്ച് വന്ന് അങ്ങ് സപ്പോർട്ടാകും. എന്റെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു, ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തി. എടോ, നിങ്ങൾ അവളെ കല്യാണം കഴിക്കണമെങ്കിൽ അത് അവളുടെ വീട്ടിൽ പോയി സംസാരിക്കുക, അല്ലാണ്ട് എന്റെ ഇൻബോക്സിൽ വന്നിട്ട് ഞാൻ അവളെ കല്യാണം കഴിച്ചോളാം, എനിക്ക് അവളുടെ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാനാ? അത്രയും ആങ്ങളമാരാണ് ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അവസാനം ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ഇടയിലും അവന്റെ കൂടെ കുറച്ചു കാലം, ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അവിടെ പോയത് മുതൽ ആ സ്ത്രീയുടെ കയ്യിലുള്ള സ്വർണം പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു ആ സ്ത്രീക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. അതാണ്, കഞ്ചാവും മറ്റതുമായിട്ട് നടക്കുന്നവൻ ആ പൈസ കിട്ടിയാലല്ലേ അത് മേടിക്കാൻ പറ്റത്തുള്ളൂ. സ്വന്തമായിട്ട് 5 അല്ലടാ, നിനക്ക് എങ്ങോട്ടോ മൊബൈൽ ഷോപ്പ് എങ്ങോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് വരുമാനം ഒന്നും കിട്ടുന്നില്ലേ? അത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ കഞ്ചാവും അതല്ലെങ്കിൽ കണ്ട പെണ്ണുങ്ങൾക്കും കൊടുത്തങ്ങ് തീർക്കുവാന്നോ? അല്ല അവളുടെ സ്വർണത്തിന്റെ പിറകെ നടക്കാൻ വേണ്ടിട്ട്. ആ സ്ത്രീക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ആ ഭർത്താവിന് നല്ല മനസ്സ് തോന്നി സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കില്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഇതോടെ തീരട്ടെ, കയ്യിലിരിപ്പിന്റെ. അല്ലാതെ ആരേലൊക്കെ കൊണ്ട് ഇതാക്കിയൊന്നുമല്ലല്ലോ, സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയ അനുഭവമല്ലേ. പഠിക്കണം അങ്ങനെങ്കിലും. ഇതൊക്കെ കിട്ടിയാലും പഠിക്കത്തില്ല. നാളെ വേറെ ഏതെങ്കിലും ഒരുത്തൻ വന്ന് കുറച്ച് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അവന്റെ കൂടെ ചാടിപ്പോവും. ഇവന്റെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് അവരെങ്ങാണ്ട് അകന്നു കഴിയുന്നൊക്കെ കേട്ടായിരുന്നു. സ്വീകരിക്കരുത്, കളഞ്ഞിക്ക്, ഇവന്റെ കൂടെ ഒന്നും ജീവിക്കണ്ട. അവന് ഭാര്യനെ നോക്കാൻ പറ്റത്തില്ല, കൂടെ പറക്കിക്കൊണ്ട് പോയതിനെ നോക്കാൻ പറ്റത്തില്ല. സ്വർണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖിക്കാം എന്ന് വിചാരിച്ചു കാണും നാറി. എടാ പോയി, വേണ്ട, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോവും വാഴ. ഇനിയെങ്കിലും ഷഹാലമോള് മര്യാദക്ക് ആ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കോ എന്തോ. ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. വല്ല പണിക്ക് പോണെങ്കിൽ തന്നെ നാട്ടുകാര് പണിക്ക് എടുക്കണമല്ലോ. ഈ സ്വഭാവം വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാ, വല്ല പണിയും കിട്ടുവാണെങ്കിൽ പണിയെടുത്തെങ്കിലും ജീവിക്കും. വീട്ടുകാർക്ക് ഒരു ബാധ്യതയായിട്ട് അങ്ങനെ വീട്ടിന്റെ അകത്ത് നിൽക്കരുത്. കുറെ കഴിയുമ്പോ അവരും പറയാൻ തുടങ്ങും. കാരണം മര്യാദക്ക് കെട്ടിച്ചു വിട്ടു, അവിടെ നിന്ന് ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി, എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് അയ്യോ എനിക്ക് അവന്റെ കൂടെ പോണ്ടേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച്, എന്നിട്ട് സ്വന്തം വീട്ടിലോട്ട് തന്നെ വീണ്ടും കയറിപ്പോയി. പണിയെടുത്ത് 5 പൈസ വീട്ടിലുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ സഹിക്കുമായിരിക്കും. അല്ലാണ്ട് പണിയെടുക്കാതെ വീട്ടുകാർ കൊണ്ടുവച്ചിരുന്ന പൈസക്ക് തിന്നുകൊണ്ടിരുന്ന ഞാൻ അടിച്ചു പുറത്താക്കും. ഓർത്ത് വെച്ചോ. ശരി എന്നാ, ടാ.